എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കായ ചിപ്സ് കായ വറുത്തത് അല്ലെങ്കിൽ ബനാന ചിപ്സാണ്. അതിന് ഞാനിവിടെ നന്നായി മൂത്ത 6 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ബൗളിൽ ഈ കായ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം, അതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. കായയുടെ തൊലി കളഞ്ഞ് നമ്മൾ ഈ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി കറി ഉണ്ടാവും. അപ്പോൾ ആ കറി പോയാലുള്ളൂ നമ്മുടെ ചിപ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം. അപ്പോൾ നമുക്ക് തൊലി കളയാൻ നോക്കാം. ആദ്യം കായയുടെ 2 അറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇങ്ങനെ നീളത്തിൽ കീറി വെക്കണം. എന്നിട്ട് കത്തി കൊണ്ട് ഒരു ഭാഗത്ത് ചെറുതായി അടർത്തി കൊടുത്ത് പിന്നെ കൈകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടർത്തി മാറ്റാൻ കഴിയും. ഇങ്ങനെ ഓരോന്നിൻ്റെയും തൊലി കളഞ്ഞ് ഈ കായ നമുക്ക് ഈ കലക്കി വെച്ച മഞ്ഞൾപ്പൊടി വെള്ളമില്ലേ അതിൽ താഴ്ത്തി വെക്കണം. കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും താഴ്ത്തി വെക്കണം കേട്ടോ, എങ്കിലേ ഉള്ളൂ അതിൻ്റെ കറിയൊക്കെ പോയി കിട്ടുക. ഇപ്പോൾ എല്ലാ കായയുടെയും തൊലി കളഞ്ഞ് ഇത് ഇവിടെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഈ കായത്തൊലി കണ്ടില്ലേ, ഇത് കളയണില്ല. ഇതുകൊണ്ട് സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ട്. ഇപ്പോൾ സുലൈമാനിയുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഈ വീഡിയോയിൽ ആഡ് ചെയ്താൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചത്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ഈ കായ നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ഉണങ്ങിയ ടവൽ വെച്ച് നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. ചിലവർ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലാണ് ഇടുക. പക്ഷെ അതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ നമ്മൾ കറ കളഞ്ഞ് വെള്ളം ഒപ്പിയെടുത്തിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ വെള്ളത്തിലേക്ക് സ്ലൈസ് ചെയ്തിട്ടാൽ ചിപ്സ് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് കൂടുതലായിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലുള്ളൊരു സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. കട്ടിംഗ് ബോർഡ് കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതാവുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സെയിം ആയിരിക്കും, അതിൻ്റെ തിക്നെസ് സെയിം ആയിരിക്കും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ കത്തിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഇതാവുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ നൈസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരേപോലെ എല്ലാതും ഒരുപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളത്തിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന താരതമ്യേന ഇത് കുറവാണ്. എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടർത്തിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഫാൻ ഓണാക്കി ഒരു 2 മിനിറ്റ് ഫാനിൻ്റെ താഴെ വയ്ക്കുക. ആ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള മഞ്ഞൾപ്പൊടി വെള്ളം തയ്യാറാക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളത്തിൽ ഉപ്പ് രസം കൂടി നിൽക്കുന്ന രീതിയിൽ ഉപ്പിടുക. ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ഇടുക. ചിലവർക്ക് നന്നായി ഉപ്പ് വേണം, ചിലവർക്ക് അധികം ഉപ്പ് വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. പിന്നെ ഞാനിവിടെ ഇതുപോലൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇത് ഫ്രൈ ആക്കുന്നത്. ഇതുപോലെ ഫ്രൈ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ അല്ലെങ്കിൽ അലുമിനിയം ചട്ടി ഒക്കെയാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ലിറ്ററോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് കായ ചിപ്സ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടായോ എന്ന് നോക്കാം. ഒന്നും കൂടെ ആയിക്കോട്ടെ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമ്മൾ ചിപ്സ് ഇട്ട് കൊടുത്ത ഉടനെ ചട്ടുകമോ സ്പൂണോ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കരുത്. ഒന്നാകെ ഇളക്കി മറിക്കരുത്. അങ്ങനെയാകുമ്പോൾ എണ്ണയിൽ കിടന്നത് തമ്മിൽ കുഴഞ്ഞ ആകെ കട്ട പിടിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ഇത് എണ്ണയിൽ നമ്മൾ ഇളക്കാതെ കിടക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയണത്. അപ്പോൾ കറക്റ്റ് 1 മിനിറ്റോളം ഇതുപോലെ നല്ല ചൂടായ ഓയിലിൽ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സുലൈമാനി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക.
ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, നമ്മൾ മീനൊക്കെ മറിച്ചിടുന്നത് പോലെ. ഈ കോരി കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാൻ വേറൊരു കയ്യിലെടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. ഇങ്ങനെ അടിയിൽ നിന്ന് തന്നെ കോരി മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഇനി ഒരു 30 സെക്കൻഡ് മതി, ഒരു അര മിനിറ്റ് മതി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ആവാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നണു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഈ കായ ചിപ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണതിനേക്കാളിലൊക്കെ എത്രയോ ടേസ്റ്റും കൂടുതലാണ്, പിന്നെ ഹെൽത്തി ആയിരിക്കും. ഈ ബേക്കറികളിലൊക്കെ ഓയിൽ പിന്നെയും ഉപയോഗിച്ച് അത്ര ഹെൽത്തി ആവില്ല. അപ്പം നമ്മൾ വീട്ടിൽ തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെക്കേണ്ടത്, തീ കുറയ്ക്കൊന്നും വേണ്ട. അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ 1-2 എണ്ണം ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ ഈ കൈയിലുകൊണ്ട് തന്നെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ഈ ഒരു സൗണ്ട് വരുന്ന സമയത്ത് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊരു 2 ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ഈ ചിപ്സിലേക്ക് പിടിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള മഞ്ഞൾ വെള്ളമല്ലേ, അത് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് നിന്ന് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അങ്ങനെ ഇപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ക്രിസ്പായി കഴിഞ്ഞാൽ കോരിയെടുക്കാം. ക്രിസ്പി ആവണത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കണ്ടില്ലേ ഈ കിലുകിലുള്ള സൗണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഒരു 5-6 സെക്കൻഡ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇത് എന്തുമാത്രം ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ നിറത്തിൽ തന്നെ, എന്നാൽ അതിനേക്കാൾ ടേസ്റ്റോട് കൂടെ തന്നെയാണത്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ആക്കിയെടുക്കാം. ഈ കായ കറ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കില്ല, അത്രയും ടൈമാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിന് പോകണുള്ളൂ. അതല്ലാതെ സ്ലൈസിങ്ങും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കലൊക്കെ പെട്ടെന്ന് കഴിയും. 1/2 ലിറ്റർ വെളിച്ചെണ്ണയിൽ ഞാൻ 3 ബാച്ചായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പിന്നെയും ഒരു 10 മിനിറ്റെങ്കിലും പിടിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഓയിൽ എടുത്തു കഴിഞ്ഞിട്ട് അത് ബാക്കി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയത്. കാരണം നമുക്ക് ഈ ചിപ്സ് ഉണ്ടാക്കാൻ അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, 1/2 ലിറ്റർ വെളിച്ചെണ്ണയിൽ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ചിപ്സ്. കണ്ടില്ലേ, ഇതിൻ്റെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കണ്ടില്ലേ, അത്രയ്ക്കും ക്രിസ്പായിട്ടാണ് നമുക്ക് ചിപ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഉപയോഗിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ കായത്തോല് കൊണ്ടുള്ള ഒരു റെസിപ്പി അടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യും, എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു, ബൈ.